ഫിഫ വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ആരംഭിച്ചതോടെ ലോകകപ്പിന് വാശിയേറുകയാണ്. ഇതിനൊപ്പം തന്നെ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ആര് സ്വന്തമാക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കയ്ക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് തോൽപ്പിച്ചത്. എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബലയുടെയും ഗംഭീര ഗോളുകളാണ് ഫ്രാൻസിന് വിജയം സമ്മാനിച്ചത്. ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ നിലവിൽ മെസ്സിയും എംബാപ്പയും ഒപ്പത്തിനൊപ്പമാണ്. ഇരുവർക്കും 8 ഗോളുകൾ വീതമുണ്ട്. എന്നാൽ 3 അസിസ്റ്റുകളുള്ള എംബാപ്പയ്ക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. മെസ്സിക്ക് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് ഒരു അസിസ്റ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 7 ഗോളുകളുമായി ഹാലൻഡും 6 ഗോളുകളുമായി ഹാരി കെയ്നുമാണ് തൊട്ടുപിന്നിലുള്ളത്. ഇന്നലെ ഗോൾ നേടിയതോടെ തന്റെ ഗോൾ നേട്ടം 5 ആക്കി ഉസ്മാൻ ഡെംബലയും പോരാട്ടത്തിലുണ്ട്. ഡെംബലയ്ക്ക് 2 അസിസ്റ്റുകളുമുണ്ട്. ഇനി നിലവിലുള്ള ടീമുകളിൽ സ്പെയിനിന്റെ മൈക്കൽ ഒയാർസബാൽ, ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർക്ക് 4 ഗോളുകളും, സ്വിറ്റ്സർലാൻഡിന്റെ ജോഹാൻ മൻസബി, ബെൽജിയത്തിന്റെ റൊമേലു ലുക്കാക്കു എന്നിവർ 3 ഗോളുകളും നേടി പട്ടികയിലുണ്ട്. കഴിഞ്ഞ വർഷം 8 ഗോളുകളുമായി എംബാപ്പയായിരുന്നു ഗോൾഡൻ ബൂട്ട് കൈക്കലാക്കിയത്. ഗോൾ വേട്ട തുടർന്നാൽ തുടർച്ചയായി ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമായി അദ്ദേഹം മാറും. ഇംഗ്ലണ്ടിനെതിരായ 4ാം T20യിൽ വലിയ തോൽവിയാണ് ഇന്ത്യ നേരിട്ടത്. എന്നാൽ അതിന് ആശ്വാസം എന്ന പോലെ വ്യക്തിഗത പ്രകടനത്തിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. മത്സരത്തിൽ പുറത്താകാതെ 80 റൺസ് ശ്രേയസ് നേടിയതോടെ ഇംഗ്ലണ്ടിനെതിരായ T20യിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഉയർന്ന സ്കോർ എന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനൊപ്പമാണ് ശ്രേയസ് എത്തിയിരിക്കുന്നത്. 2021 അഹമ്മദാബാദിൽ കോഹ്ലി ഇതേ സ്കോർ സ്വന്തമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ 1ലധികം അർദ്ധ സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നേട്ടവും ഇതോടെ ശ്രേയസിന്റെ പേരിലായി. ടീമിലെ മറ്റു താരങ്ങൾ പതറിയപ്പോഴും 5 സിക്സറുകളും 4 ബൗണ്ടറികളും ഉൾപ്പെടെയുള്ള തകർപ്പൻ ഇന്നിംഗ്സിലൂടെ ശ്രേയസ് ടീമിനെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചു. ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞ മത്സരത്തിൽ വലിയ ഉത്തരവാദിത്തോടെയാണ് ശ്രേയസ് ബാറ്റ് വീശിയത്. ശിവൻ ദുബെയുമായി ചേർന്ന് 53 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്താനും നായകന് സാധിച്ചു. 18ാം ഓവറിൽ സ്പിന്നർ ആദിൽ റഷീദിനെതിരെ 20 റൺസ് അടിച്ചുകൂട്ടിയ പ്രകടനം ശ്രദ്ധേയമായി. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ ഇന്ത്യ കനത്ത തോൽവി നേരിട്ടതിന് പിന്നാലെ ക്രിക്കറ്റ് ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് വിലയിരുത്താൻ BCCI ഒരുങ്ങുകയാണ്. പരമ്പരയിലെ 4ാം മത്സരത്തിലും ദയനീയമായി പരാജയപ്പെട്ടതോടെ കളിക്കാരുടെയും പരിശീലകരുടെയും പ്രകടനം BCCI വിശദമായി പരിശോധിക്കുമെന്ന് ബോർഡ് വൃത്തങ്ങൾ സൂചന നൽകി. ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ചാമ്പ്യന്മാരായിരുന്നിട്ട് കൂടിയും തുടർച്ചയായി നേരിട്ട 2ാമത്തെ പരമ്പര തോൽവിയാണിത്. ഇംഗ്ലണ്ട് പര്യടനത്തിന് തൊട്ടുമുമ്പ് അയർലാൻഡിനൊപ്പം ഇന്ത്യ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. അയർലാൻഡിനോട് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ ഒരു പരമ്പര തോക്കുന്നത്. സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യരെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ച BCCIയുടെ പരീക്ഷണത്തിന് കനത്ത തിരിച്ചടിയാണ് തുടർച്ചയായ ഏറ്റുവാങ്ങിയ തോൽവികൾ. കൂടാതെ 2027 വരെ കരാറുള്ള ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തിന് ഈ തോൽവികൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്.